എംബലിക്ക ഒഫിഷ്യനാലിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന നെല്ലിക്ക. അതിനകത്ത് വൈറ്റമിൻ സി, ബി കോംപ്ലക്സ്, ടാനിക് ആസിഡ്, ഗാനിക് ആസിഡ്, പിന്നെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ മുതലായ ഒത്തിരി ശരീരത്തിന് ആവശ്യമുള്ള ഒത്തിരി വസ്തുക്കൾ അടങ്ങിയിട്ടുള്ളതാണ്. പ്രധാനമായിട്ട് ഇത് രോഗപ്രതിരോധ ശക്തി ആണ് പ്രധാനമായിട്ട് ഇതിന് ഉപയോഗത്തിൽ വരുന്നത്. രോഗപ്രതിരോധ ശക്തി നേത്രത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴും അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന നേത്രങ്ങൾ, നേത്രരോഗങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് മാറ്റാനായിട്ട് നെല്ലിക്കയ്ക്ക് നല്ല കഴിവുണ്ട്. അതോടൊപ്പം തന്നെ നേത്രത്തിലുണ്ടാകുന്ന രക്തസ്രാവം, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന റിജനുവേഷൻസ്, മറ്റ് ഉള്ള എല്ലാവിധ മസിലുകളുടെ പ്രവർത്തനങ്ങൾ, നീർക്കെട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് നല്ല ഗുണം കിട്ടാറുണ്ട്. പിന്നെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അയണിൻ്റെ ഏറ്റവും സോഴ്സുള്ള നെല്ലിക്കായിൽ അയൺ കൂടുതലായിട്ട് വരുമ്പം നമ്മുടെ ബ്ലഡിന് ഹീമോഗ്ലോബിൻ പെർസെൻറ്റേജ് കൂടുന്നു. അതുപോലെ തന്നെ അനീമിയ അല്ലെങ്കിൽ അതുപോലെയുള്ള അസുഖങ്ങൾ കുറയുന്നു. അപ്പം നേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം സർക്കുലേഷൻസ് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഒക്കെ ഒത്തിരി ചെയ്യാൻ കഴിയുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മുടെ നീർക്കെട്ടുകൾ അങ്ങനെയുള്ള രോഗാവസ്ഥകളിൽ ഇപ്പോൾ നേത്രത്തിലൊക്കെ വരികയാണെങ്കിൽ സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി എന്ന് പറയുന്ന രോഗങ്ങൾ വരുന്നുണ്ട്. മറ്റേ ഡയബറ്റീസ്, മറ്റ് രോഗങ്ങളൊക്കെ കണ്ടിട്ട് സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി ഒക്കെ വരുമ്പോൾ ഈ രോഗങ്ങളൊക്കെ ഒരു പരിധി വരെ റിക്കറൻ്റായിട്ട് ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അത് ഒഴിവാക്കാനായിട്ട് നെല്ലിക്കയ്ക്ക് നല്ലോണം കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനം. ഞാനിവിടെ കാണിക്കാൻ പോകുന്ന ഒരു ഹെന്ന ട്രീറ്റ്മെൻറ്റാണ്. ഹെന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ഹെന്നയ്ക്കകത്ത് മൈലാഞ്ചി പൊടിയാക്കകത്ത് ഇത് ചായ വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടാണ് സാധാരണ പിറ്റേ ദിവസം ഒരു മുട്ടയൊക്കെ അടിച്ചിട്ടാണ് സാധാരണ എല്ലാവരും അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ നെല്ലിക്ക, ഉണക്ക തലേദിവസം നമ്മൾ കുതിർത്ത് വെച്ചിട്ട് അത് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ആ പൾപ്പ് ഈ പറയുന്ന മൈലാഞ്ചി അരച്ച് വെച്ചിരിക്കുന്ന ആ മിശ്രിതത്തിനകത്ത് മിക്സ് ചെയ്തതിന് ശേഷം തലമുടിയിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് മുടി വളരാനും മുടി പൊഴിച്ചിൽ തടയാനും സാധിക്കും. പിന്നെ അകാല നര ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് നെല്ലിക്ക ഉണങ്ങിയതാണ്. നെല്ലിക്ക ഉണങ്ങി നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണിത്. ഇത് തലേദിവസം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്ത പൾപ്പാണിത്, നെല്ലിക്കയുടെ പൾപ്പ്. ഈ മിശ്രിതം തലേദിവസം അരച്ച് വെച്ചിരിക്കുന്ന ആ മിശ്രിതം എടുത്തിട്ട് കുറച്ച് ഇതിനകത്തോട്ട് മൈലാഞ്ചിയിൽ അരച്ചതിനകത്തോട്ട് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ കുറേശ്ശെ മുടിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു ഹെന്ന ബ്രഷ് വെച്ചിട്ട് തല ഓട്ടിയിലോട്ട് ചേർത്ത് ഇടണം. നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബ്രൗൺ ആകും. മുടിയുടെ അറ്റം വരെയും അപ്ലൈ ചെയ്ത് വയ്ക്കും. നല്ല തണുപ്പാണ് ഹെന്ന, ഈ മിശ്രിതം ഇടുമ്പോൾ നല്ല തണുപ്പാണ്. കാരണം നെല്ലിക്ക നല്ല തണുപ്പുള്ള ഒരു സാധനമാണ്. മൈലാഞ്ചിയും കൂടെ വരുമ്പോൾ ഒന്നും കൂടെ നല്ല തണുപ്പാണിത്. ഇങ്ങനെ നമ്മൾ മുടിയിൽ തേച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. 1 മണിക്കൂറിന് ശേഷം നന്നായിട്ട് വെള്ളത്തിലാൻ കഴുകിക്കളഞ്ഞാൽ മതി. കുറച്ച് കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് മുടിയിരിക്കും. മാസത്തിലൊരിക്കൽ ഈ മിശ്രിതം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മുടി പൊഴിച്ചിലിനും അകാല നരയ്ക്കും ഒരുപാട് പ്രയോജനം ഉണ്ടാകും. ഇപ്പം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ദിവസത്തെ വെള്ളത്തിനകത്ത് ഒരു ദിവസം ഉണക്ക നെല്ലിക്ക വെള്ളത്തെ കുതിർത്തിട്ട് അത് അരച്ചെടുത്ത മിശ്രിതമാണ് ഈ മൈലാഞ്ചി ഇലയ്ക്കകത്ത് അല്ലെങ്കിൽ മൈലാഞ്ചി പൊടി ഒരകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ തലയിൽ ഇട്ടിരിക്കുന്നത്.
അതിന് പകരമായിട്ട് ആംല പൗഡർ അഥവാ നെല്ലിക്കാപ്പൊടി മാർക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അത് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാസത്തിലൊരിക്കൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത്. മുടി പൊഴിച്ചിലിനും അകാല നരയ്ക്കും താരനും ഒക്കെ വളരെ നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ്. കൂടുതൽ നെല്ലിക്കാപ്പൊടി ഉള്ളതുകൊണ്ട് തലമുടി പൊഴിയുന്നതിന് ഒരുപാട് പ്രയോജനം കിട്ടും. വാതപിത്ത കഫങ്ങളിൽ പിത്തമെന്ന് പറയുന്ന ദോഷം കൊണ്ട്, പിത്തമെന്ന് പറയുന്നത് പ്രധാന സ്ഥാനം ജഠരം വയറായതുകൊണ്ട് ഉദരജന്യ രോഗങ്ങൾ, വയറ് സംബന്ധപ്പെട്ട രോഗങ്ങൾ, അഗ്നിമാന്ദ്യം, അതേപോലെ അഗ്നിസ്തംഭനം, ഇങ്ങനെ വ്യവഹരിക്കുന്ന അഗ്നിപദം കൊണ്ട് വ്യവഹരിക്കുന്ന രോഗങ്ങളെല്ലാം പിത്തത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ കൊണ്ട് വരുന്നതാണ്. ഇതിൽ ദോഷസാമ്യമരോഗത എന്ന് പറയുന്നതുകൊണ്ട് വാതാധിക്യത്തിലും പിത്തം കോപിക്കാം, കഫാധിക്യത്തിൽ പിത്തത്തിന് ക്ഷയം വരാം. ഇങ്ങനെയുള്ള പിത്തത്തിൻ്റെ വൃദ്ധിക്ഷയങ്ങളിൽ ഉദരജന്യമായിട്ട് രോഗങ്ങൾ എല്ലാം പിത്തസംബന്ധിയാണ്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് എൻസൈം, ഈ എൻസൈം ഇവിടെ നിന്ന് മുഴുവൻ വിതരണം ചെയ്യുന്നത് രക്തത്തിലേക്കാണ്. അപ്പോൾ രക്തസംബന്ധപ്പെട്ട രോഗങ്ങളും പിത്ത കാരണമായിട്ട് വരാം. അതേപോലെ തന്നെ പിത്തം തേജപ്രധാനമാണ്. തേജപ്രധാനമായിട്ടുള്ള ഇന്ദ്രിയം കണ്ണാണ്. അപ്പോൾ കണ്ണിന് വരുന്ന രോഗങ്ങളും പിത്തജന്യങ്ങളായിട്ട് വരാം. അതേപോലെ തന്നെ ഈ നിറം കൊടുക്കുന്നത് മുഴുവൻ, ചർമ്മത്തിൻ്റെ ഭംഗി കൊടുക്കുന്നത് മുഴുവൻ തന്നെ പിത്തപ്രധാനമായിട്ടുള്ള ദ്രവ്യങ്ങളെ കൊണ്ടോ പിത്ത എന്ന് പറയുന്ന ദോഷത്തിനെ കൊണ്ടോ ഇല്ലെങ്കിൽ പിത്ത സംബന്ധമായിട്ടുള്ള എന്തോ ഒരു പ്രവൃത്തി കൊണ്ടോ ആണ്. അപ്പോൾ ചർമ്മത്തിൻ്റെ നിറം മാറുന്ന തരത്തിലുള്ള രോഗങ്ങൾ, പാണ്ഡു മുതലായുള്ള രോഗങ്ങൾ, അതേപോലെ ഈ അത് തന്നെ ക്ഷയിച്ചു പോകുന്ന, നശിച്ചു പോകുന്ന കുഷ്ഠം മുതലായുള്ള രോഗങ്ങൾക്ക് കാരണവും പിത്തത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ്. അതിൽ പ്രധാനമായിട്ട് ഈ വാദത്തിനെയോ കഫത്തിനെയോ നിയന്ത്രിക്കുന്നത് പോലെ പിത്തത്തിനെ നമുക്ക് നിയന്ത്രിക്കാനോ അതുപോലെ ഇതിനെ ഒന്ന് നേരെയാക്കി എടുക്കാനുള്ള വൈദ്യശാസ്ത്രത്തിലുള്ള വിഷമം എല്ലാ ദിക്കിലും കാണാനുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് നടുക്കുള്ളതാണ്. വാദവും കഫവും, അതിൻ്റെ നടുക്ക് പിത്തം. ഈ പിത്തം എന്ന് പറയുന്നത് ഊർജ്ജപ്രധാനം, തേജപ്രധാനം, എല്ലാ ദിക്കിലും ഇത് വ്യാപരിക്കുന്നതുകൊണ്ട് ഇത് സംബന്ധമായിട്ട് രോഗങ്ങളെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ വളരെയധികം വിഷമമുണ്ട്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ ഋതുചര്യ അല്ലെങ്കിൽ ദിനചര്യ കൊണ്ട് ജഠരാഗ്നിയെ ദ്രോഹിക്കാത്ത രീതിയിൽ, ജഠരാഗ്നിയെ വിഷമിപ്പിക്കാത്ത രീതിയിലുള്ള അന്നപാനങ്ങളെ കൊണ്ട് പിത്തജന്യങ്ങളായിട്ട് രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാം. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിനെയും സംരക്ഷിക്കാം. ആചാര്യന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് ഹിതമായിട്ടുള്ളത് മാത്രം ഭക്ഷിച്ചു കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് സംരക്ഷിക്കാം, അതുപോലെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം.